ഇന്നലെ പുറത്തേക്കൊന്നും പോയിട്ടില്ല കേട്ടോ, റൂമിൽ തന്നെ ആയിരുന്നു. കോലാലംപൂർ സിറ്റിയിൽ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തു. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു, കോലാലംപൂർ സിറ്റി ഉണർന്ന് വരുന്നേ ഉള്ളൂ. കറക്റ്റ് 7 മണിയായപ്പോൾ സ്റ്റീഫൻ താഴെ വന്നു. ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു കേട്ടോ. ഈ സമയത്ത് ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമാണ്, ട്രാഫിക് വളരെ കുറവാണ്. കോലാലംപൂർ ഫെഡറൽ ഏരിയ കഴിഞ്ഞിട്ട് സെലാങ്ങൂർ സ്റ്റേറ്റിലേക്ക് പ്രവേശിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്, അതായത് കോലാലംപൂരിലേക്ക് വരുന്ന റോഡിൽ നല്ല തിരക്കായിരുന്നു. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ പോകുന്ന വഴിക്ക് സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ഈ സമയത്ത് നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്തിട്ടോ. കുറേ ദൂരം പോന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ സെക്കിൻചാനിലെത്തിട്ടോ. സെക്കിൻചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെലാങ്ങൂർ സ്റ്റേറ്റിൻ്റെ റൈസ് ബൗളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. അപ്പോൾ ഫിഷിങ്ങും കൃഷിയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതിപ്പോൾ അവിടുത്തെ മെയിൻ ടൗണാണ് കേട്ടോ. അത്ര വലിയ ടൗൺ ഒന്നുമല്ല, ചെറിയ ടൗണാണ്. നമ്മളിവിടെ ആദ്യം എന്താ കാണാൻ പോകുന്നത്? 3 ചോയ്സ് ഉണ്ട് കാണാൻ. അത് പാദമാണ്. കോസ്റ്റൽ ഏരിയ ഉണ്ടോ, കുറച്ച് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് വെസ്റ്റ് സൈഡിലേക്ക് കടലാണ്. ഇവിടെ കുറെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ പോകണം. പക്ഷെ ആദ്യം നമുക്ക് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്, ലോക്കൽ മാർക്കറ്റ്. അത് കണ്ടതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാഴ്ചകളിലേക്ക് പോകാമെന്നാണ് സ്റ്റീഫൻ പറഞ്ഞത്. അപ്പോൾ ഇതാ പസാർ അവം സെക്കിൻചാൻ. ചന്ത മാർക്കറ്റ്. ഓക്കെ. അവം ഇസ് പബ്ലിക് മാർക്കറ്റ്. സെക്കിൻചാൻ പബ്ലിക് മാർക്കറ്റ്. ഓക്കെ. സെക്കിൻചാൻ പബ്ലിക് മാർക്കറ്റ് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ഒരു സൈഡിൽ സീ ഫുഡ് ഐറ്റംസും പിന്നെ ഈ ഒരു സൈഡിലേക്ക് പച്ചക്കറി ഐറ്റംസും ഉണ്ടോ. വലിയൊരു സ്രാവ്, രാവിലെ തന്നെ ഒരു വലിയ സ്രാവ് ഇരിപ്പുണ്ടല്ലോ. ഇപ്പോൾ സമയം 9 മണിയാണ്. നമ്മൾ കോലാലംപൂരിൽ നിന്ന് പുറപ്പെട്ടത് 7 മണിക്കാണ് കേട്ടോ. 100 കിലോമീറ്റർ കൂടുതൽ നമ്മൾ ഓടി. പക്ഷെ എന്നാൽ സുഖമായിട്ട് വന്നു കേട്ടോ, വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇത് കണ്ടോ, നമ്മുടെ അയില പോലത്തെ ഒരു മീനാണ് കേട്ടോ. ശരിക്കും അയില അല്ല എന്നാണ് സ്റ്റീഫൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് കണ്ടിട്ട് അയില പോലെ തോന്നുന്നുണ്ട്. പക്ഷെ ഭയങ്കര ചീപ്പാണ് കേട്ടോ ഇത് 1 കിലോക്ക്. ഇവരുടെ പേര് കമ്പോങ് എന്നാണ്. കമ്പോങ് മീൻസ് ഗ്രാമം അല്ലേ? കമ്പോങ് അത് വേറെയാണല്ലേ? ഓക്കെ. ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോക്ക് 4 റിംഗിറ്റ് ഉള്ളൂ കേട്ടോ. അതായത് 80 രൂപക്ക് താഴെ ഉള്ളതിന്റെ വില. അത് കൊള്ളാമല്ലോ, നല്ല ഫ്രഷ് മീനുമാണേ അല്ലേ? കേരളയിൽ 4 റിംഗിറ്റ് ഒന്നും കിട്ടില്ല. കോലാലംപൂരിൽ 4 റിംഗിറ്റിന് ഒന്നും കിട്ടില്ല പറഞ്ഞ. ഈ മീനിന് എന്ത് വില ഉണ്ടാവും? ഇതിന് എന്ത് വില ഉണ്ടാവും അവിടെ? ചിലപ്പോൾ 15 റിംഗിറ്റ് വരും. ആണോ? ഇവിടെ കണ്ടോ ഒരു വ്യത്യസ്തത ഉള്ളൊരു ചെമ്മീനാണ് കേട്ടോ. കാണുമ്പോഴേ അതിന്റെ രൂപം കണ്ടോ, നമ്മൾ സാധാരണ കാണുന്ന ചെമ്മീനല്ല. ഇതിന് 12 റിംഗിറ്റാണ് കേട്ടോ വില. ഇവിടെ നല്ല കച്ചവടം ഉണ്ട്, നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരു വെറൈറ്റി ക്രാബ് കണ്ടു കേട്ടോ. ഒരു ഞണ്ടാണിത് കണ്ടോ. ഹോഴ്സ് ഷൂ ക്രാബ് എന്ന് പറഞ്ഞതിൻ്റെ പേര് കേട്ടോ. ഹോഴ്സ് ഷൂ ക്രാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിര ഷൂ ക്രാബ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് മീറ്റ് ഒന്നും കാണാനില്ല കേട്ടോ. ഇതിൻ്റെ ഈ തോട് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള മുട്ടയാണ് ഇത്ര കഴിക്കുക. അതിൻ്റെ മുട്ടയാണ് ഇത്ര ഇവർ കഴിക്കുക. കാണുമ്പോൾ തന്നെ കണ്ടോ, ശരിക്കും കുതിരയുടെ കുളമ്പിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് കേട്ടോ അതിന്. അതുകൊണ്ടായിരിക്കും ഹോഴ്സ് ഷൂ ക്രാബ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് സമയം മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടന്നു കേട്ടോ. അതായത് മീനുകളൊക്കെ നല്ല ഫ്രഷ് മീനുകളാണ്. മിക്ക മീനുകളും കോലാലംപൂരിൽ കിട്ടുന്ന റേറ്റിൻ്റെ പകുതിക്ക് അല്ലെങ്കിൽ 1/3 വിലക്കൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പച്ചക്കറി സെക്ഷനും കുറേ അധികം നമ്മൾ കാണാത്ത തരത്തിലുള്ള ലീഫ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഭക്ഷണത്തിൻ്റെ അവിടെ വന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലും കഴിക്കണം. മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ചെറിയ ഇങ്ങനത്തെ കൗണ്ടേഴ്സ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ്. ഇതിനകത്ത് ഒരുപാട് കടകൾ വരും. എല്ലാവരും ഒന്നും എത്തിയിട്ടില്ല. ഈ ഭാഗത്ത് കുറച്ച് കടകളിൽ നല്ല തിരക്കുണ്ട്, ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്താണ് ഇവിടെ കഴിക്കാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. ലോക്കൽ പൊറോട്ടയാണ് അത്ര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഉള്ള കൗണ്ടേഴ്സൊക്കെ ആക്റ്റീവാണ് കേട്ടോ. പക്ഷേ സ്നാക്സ് ഒക്കെ ആണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്താ? അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റാ? ചെമ്മീൻ ബജി. ചെമ്മീൻ ബജി ഇത് നമ്മളെവിടെ കണ്ടല്ലോ. ഇത് കണ്ടപ്പോഴാണ് ഒരു സമാധാനം. നമ്മുടെ നാട്ടിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാവും, വീശി അടിയൊക്കെ. പക്ഷേ പൊറോട്ട സെയിം അല്ല, ഇത് വേറെ എന്തോ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് പരത്തി വെച്ചതിന് ശേഷം ഉണ്ടാവും ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സെയിം ടൈമിൽ ഈ ബട്ടർ ആക്കുന്നുണ്ട്. ബട്ടർ അതിന് ശേഷം പിന്നെ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. എനിക്ക് അത് മനസ്സിലായില്ല. പഞ്ചസാര എങ്ങനെ തൂവി കൊടുക്കുന്നുണ്ടായില്ല കണ്ടോ. അതിന് ശേഷം ഇങ്ങനെ 4 മടക്കും. ഇതാണ് പൊറോട്ട. അത് ഇവിടുത്തെ ലോക്കൽ പൊറോട്ടയാണ് അത്ര. എന്നിട്ട് അതിങ്ങനെ ചുട്ടെടുക്കും കണ്ടോ. ചുട്ടെടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം
ഇത് തന്നെ പരിപാടി. നമ്മളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ആദ്യം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ചുച്ചൂർ ഉദങ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഉദങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീനാണ്. ശരിക്കും ഇതൊരു സെറ്റായിട്ടാട്ടോ കിട്ടുക. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതൊരു പ്ലേറ്റിലേക്ക് വെച്ച് തരും. അതിന് കൂടുതൽ നോർമലി കിട്ടുന്നത് ഈ തോഫു ഉണ്ട്, ഫ്രൈഡ് തോഫു, അതുപോലെ തന്നെ ഫിഷ് കേക്ക് ഉണ്ട്, പിന്നെ ഒരു സലാഡും കൂടി വെച്ചിട്ടാണ് അവർ തരുന്നത് കേട്ടോ. നമ്മൾ അത് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു സംഗതി പിന്നെ അതിനകത്തേക്ക് അത് കറി അവർ ഒഴിച്ചു കിട്ടുന്നുണ്ട്. ഇതാണ് വാങ്ങിച്ചത് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് കഴിക്കുക എന്ന് നമുക്കൊരു ഐഡിയ കിട്ടില്ല. എവിടെ ഇരുന്ന് കഴിക്കും? പുള്ളി നമുക്ക് 2 സ്റ്റൂള് സംഘടിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ നമ്മുടെ ചുച്ചൂർ ഉദങ് എത്തിയിട്ടോ. ഞാൻ ഈ ഐറ്റത്തിൻ്റെ പേര് പറയുന്നത് കേട്ടിട്ട് അവർ നോക്കി ചിരിക്കുന്നതാണ്. തിക്കായിട്ടുള്ളൊരു സോസ് പോലെ സംഭവം കൂടി ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. ഞാനത് ഒഴിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോഴത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞു. എന്തായാലും ഇതിങ്ങനെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവും. നമുക്ക് ട്രൈ ചെയ്യാം. പറഞ്ഞു sedap means delicious. ഡെലീഷ്യസ് സംഭവം ഡെലീഷ്യസ് ആണ്. അവർ പറഞ്ഞത് കറക്റ്റാണ്. നോർമൽ നമ്മളെ ബജ്ജി പോലത്തെ സംഭവം തന്നെ കേട്ടോ. അതിനകത്ത് ചെമ്മീനുണ്ട്. ഈ സോസ് സ്വീറ്റാണ്. അപ്പോൾ ടേസ്റ്റിൻ്റെ സംഭവം. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ കൊണ്ട് തന്നിട്ടോ. ഞാൻ ചായ ഓർഡർ ചെയ്തിരുന്നു. ഇത് കണ്ടോ, ചായ കൊണ്ടുവന്ന് വെച്ച അതിൻ്റെ കൂട്ടത്തിൽ 2 ഐസിൻ്റെ പീസ് ഉണ്ട് കേട്ടോ. അധികം പേർക്കും ചായ നല്ല ചൂട് വേണത്രേ. പക്ഷേ അപൂർവം ചില ആൾക്കാർക്ക് ചായ ചൂട് വേണ്ട എന്ന് പറയും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അത്രേ ഐസ്. ഈ ഐസ് അതിനകത്ത് ഇട്ടിട്ട് കുടിക്കുന്ന ആൾക്കാർ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഉമ്മാക്കൊരു പരിപാടി ഉണ്ട്. ചായ നല്ല ചൂടാണെങ്കിൽ കുറേ വെള്ളം അതിനകത്ത് കോരി ഒഴിക്കും. വെള്ളം കോരി ഒഴിച്ചിട്ട് ചായേൻ്റെ ഒരു കോലം ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ കുടിക്കും. അതുപോലെ ഉള്ള പരിപാടിയാണ്. ഐസ് ഇട്ടിട്ട് കുടിക്കുക ചൂടാറാൻ വേണ്ടിയിട്ട്. ഫുഡും അത്യാവശ്യം ചീപ്പാണ് കേട്ടോ. ആ വലിയ ഗ്ലാസ് ചായയും നമ്മൾ ആ കഴിച്ച ഐറ്റവും കൂടി 3.80 അല്ലേ? റിങ്കറ്റ് 3.80 ആയിട്ടുള്ളൂ കേട്ടോ. 70 രൂപ ഒക്കെ ഉണ്ടാവുള്ളൂ ഏകദേശം. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുഡ് ട്രൈ ചെയ്തിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? അത് ഇനിയുണ്ടോ? പല പല സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടേ ആ ഒരു സംഭവം ജസ്റ്റ് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. അത് മാത്രം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പോരാ. ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വേറൊരു മാർക്കറ്റ് ഉണ്ടല്ലോ. വെജിറ്റബിൾ മാർക്കറ്റാണ് കേട്ടോ. ഒരു സിമ്പിൾ സംവിധാനമാണേ. കരിമ്പെല്ലാം ഉണ്ട് കേട്ടോ. കരിമ്പുണ്ട്. നമ്മളെ ലിമോ ഐസ് ഉണ്ടാക്കുന്ന നാരങ്ങ. അത് ഓറഞ്ചാണോ നാരങ്ങയാണോ? നാരങ്ങയാണ് കേട്ടോ. ചെറിയ നാരങ്ങ. Special Malaysia special palm. Okay, this is called pisang emas. സ്വർണ്ണപ്പഴോ? ഇതിന്റെ പേര് അതാത്രേ. ഏറ്റവും മധുരം പഴം. ഓക്കെ. നല്ല മധുരമുള്ള പഴമാണെന്നാണ് പറയുന്നത്. സ്വർണ്ണപ്പഴം എന്നാണ് അത്രേ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പേര്. എന്തായാലും കൊള്ളാം. അതെ, ചെറിയ കുട്ടികളൊക്കെ കോണൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. കോൺ. കപ്പയുണ്ടല്ലോ. നമ്മുടെ പൂളക്കിഴങ്ങ് അതൊക്കെ ഉണ്ട്. കോണൊക്കെ അത്യാവശ്യം നല്ല ചീപ്പാണ് കേട്ടോ. അതായത് 7 പീസിന് 10 റിങ്കറ്റ് ഉള്ള വില. 7 പീസിന് 10 റിങ്കറ്റ്. കേരളം എന്ത് വില ഉണ്ട് ഇതിന്? 3 റിങ്കറ്റ് വരുമ്പോൾ ഒരു പീസിന്. 2 റിങ്കറ്റ് 3 റിങ്കറ്റ്. വെറുതെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ സ്ഥലത്ത്. ഒരുപാട് വലിയ സിറ്റി അല്ല, ഒരു ചെറിയൊരു സിറ്റി. കടകളൊന്നും അധികം ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. കടകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഈ മാർക്കറ്റ് സംഭവങ്ങളിൽ മാത്രമേ ആൾക്കാരുള്ളൂ. കച്ചവടക്കാരും അതുപോലെ തന്നെ വാങ്ങാൻ വന്നവരും ഉള്ളൂ. AMG ഈ ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല. ഈ ഷോപ്പല്ലേ ബൈസിക്കിൾ വരകാണ്. ഇത് ബൈസിക്കിൾ അല്ലല്ലോ, ഇത് ടൂറിസ്റ്റ് ബൈസിക്കിൾ. ടൂറിസ്റ്റുകൾക്ക്. 1 സീറ്റർ 2 സീറ്റർ ഇത് 4 സീറ്റർ ആണ്. ഓക്കെ. ഇത് കണ്ടോ 4 വീലുള്ള ഒരു പ്രത്യേകതരം സൈക്കിളാണ് കേട്ടോ. ഇത് ടൂറിസ്റ്റുകൾക്ക് ഇത് വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പാണ് ഇത്. AMG ബൈക്ക്. ഇത് ഓപ്പൺ ആയിട്ടില്ല. ഇത് കണ്ടോ, ഇതിനകത്ത് 4 പേർക്ക് ഇരിക്കാം. ഫ്രണ്ട് 2 പേര്, ബാക്കിൽ 2 പേര്. 4 പേർക്കും ചവിട്ടുകയും ചെയ്യാൻ പറ്റും. അത് കൊള്ളാം. സ്റ്റിയറിംഗ് ആണ് അല്ലേ? നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്ത് ആ ഷോപ്പിൻ്റെ ആൾ വന്നിട്ടോ കട തുറക്കുകയാണ്. കടേൻ്റെ അകത്ത് ഒരുപാട് തരത്തിലുള്ള കുറേ സൈക്കിൾസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്കൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ അങ്ങനെ അധികം ഫോറിൻ ടൂറിസ്റ്റുകളൊന്നും വരുന്ന സ്ഥലമൊന്നുമല്ല, ലോക്കൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അവർക്ക് ഈ നാട് ഇങ്ങനെ മൊത്തം കറങ്ങി നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് കേട്ടത്. ഈ സംഭവം ഒരു ഫാമിലിയൊക്കെ വരുമ്പോൾ ഈ ഒരു സംഭവം എടുത്താൽ രസമായിട്ട് ഇങ്ങനെ പോവാം.
അടുത്തൊരു ഭക്ഷണം കൂടിയും കഴിക്കാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ നടക്കുക കേട്ടോ. കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ കണ്ടോ ഒരു കടയിൽ ഈ ഒരു മെഷീൻ കണ്ടോ, ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതാണ് കണ്ടോ. ഈ സംഭവം ഇപ്പോൾ ഇവർ ഇവിടെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്, മാവ് ഉപയോഗിച്ചിട്ട്. ഇത് അതിൻ്റെ മെഷീനാണ് കേട്ടോ. ഇപ്പം നമ്മൾ എന്താ അന്വേഷിച്ച് നടക്കുന്നത്? ചിമ്മിൻ നൂഡിൽസ് ചോദിച്ചു. ചെമ്മീൻ നൂഡിൽസ് ഒരു യൂഷ്വൽ അല്ലേ? സ്പെഷ്യലാ? സ്പെഷ്യൽ കഴിച്ചിട്ടുണ്ടോ? പ്രോൺ നൂഡിൽസ് മലേഷ്യയിൽ? മലേഷ്യ കഴിച്ചിട്ടില്ല. അപ്പോൾ സ്പെഷ്യൽ ഇല്ല കഴിച്ചിട്ടില്ല. അപ്പോൾ സ്പെഷ്യലാണ്. എന്തോ ഒരു സ്പെഷ്യൽ പ്രോൺ നൂഡിൽസ് ഉണ്ട് ഇത്ര ഇവിടെ, അത് അന്വേഷിച്ച് നടക്കാനുണ്ടോ. എന്തോ ഒന്നുമില്ല, ഈ തിരയുന്ന ഒരു ഭാവം കാണാൻ വേണ്ടിട്ടേ. ഒരു സംഗതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ തെരഞ്ഞ് കണ്ടുപിടിക്കും. അപ്പൊ അതെവിടെ കിട്ടാന്ന് ഇങ്ങനെ നോക്കി നടക്കാൻ കേട്ടോ. ഓരോ റെസ്റ്റോറൻറ്റിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ അത് നോക്കിയിട്ട് ഇപ്പൊ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് വീണ്ടും ടൗണിൽ കൂടി റൗണ്ട് കറങ്ങിട്ടോ. ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടൗൺ ആട്ടോ. നമ്മൾ കേരളത്തിലൊക്കെ കാണുന്ന പോലെ വലിയ വലിയ സ്കൈ സ്ക്രാപ്പേഴ്സോ അമ്പരചുംബികൾ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ, കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു ടൗണാണ്. നടക്കുമല്ലോ. കുറച്ചുകൂടി സമയം നമ്മൾ ആ ഭക്ഷണം അന്വേഷിച്ച് നടന്നിട്ട് പിന്നെ അത് തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചു കേട്ടോ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങി വന്നതിന് ശേഷം പിന്നെ കഴിക്കാം എന്ന് പറഞ്ഞു കേട്ടോ. ഈ സെക്കിൻചാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അത് ഒരു ഭാഗത്ത്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് കടലും പിന്നെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് വിശാലമായ പാടശേഖരങ്ങളും ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആക്ച്വലി ഇവിടെ എത്താൻ കാരണം തന്നെ ഞാൻ സ്റ്റീഫനോട് പറഞ്ഞിരുന്നു, നമുക്ക് ഇവിടുത്തെ ഈ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി കറങ്ങി വന്നാലോ എന്ന്. അങ്ങനെയാണ് പുള്ളി തിരഞ്ഞ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. അങ്ങനെ ടൗൺ വിട്ടിട്ട് കുറച്ചിങ്ങോട്ട് കിഴക്കോട്ട് പോയപ്പോൾ തന്നെ നമ്മൾ റോഡ് ചെന്ന് തുറക്കുന്നത് വിശാലമായ ഈ പാടശേഖരത്തിലേക്കാണ് കേട്ടോ, നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ ഈ പാടത്തിന് പാരലായിട്ടുള്ള റോഡുണ്ട്. ആ റോഡിന് കുറച്ച് ദൂരം കൊണ്ട് പോന്നിട്ട് പിന്നെ അകത്തേക്ക് തിരിഞ്ഞിട്ട് നമ്മളിപ്പോൾ ശരിക്കും ആ പാടത്തിൻ്റെ അകത്തെത്തിട്ടോ. ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ സെക്കിൻചാൻ എന്ന് പറയുന്ന ആ സിറ്റി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നിട്ട് നമ്മളെന്താ ഇങ്ങനെ ഈ റോഡിന് വന്നിട്ട് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ആണ്. ആക്ച്വലി ഇതൊരു ഹോട്ടലാണ് കേട്ടോ. പാഡി സെൻട്രൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ തന്നെ പേര്. നെല്ലിൻ്റെ തന്നെ പേരിലുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തു. ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ ഈ നെൽകൃഷി ആസ്വദിക്കാനും കാണാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവർ ഈ ഒരു ടൈപ്പിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ പുറകിലെ വിൻഡോകളിൽ കൂടി റൂമിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പാടത്തേക്കുള്ള വ്യൂ കിട്ടും. ഇവിടെ കണ്ടോ, പിന്നെ ഒരു ഊഞ്ഞാലുണ്ട്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇങ്ങനെ പാടത്തേക്ക് ഇങ്ങനെ ഊഞ്ഞാലാടി കളിക്കാൻ പറ്റും. അവിടെ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട്. ഇത് കണ്ടോ, അവിടെ ഹോട്ടലിൻ്റെ ഈ ഭാഗത്ത് മുഴുവൻ ഗ്ലാസ്സാണ് കേട്ടോ. കംപ്ലീറ്റ് ഈ ഒരു പാഡി ഫീൽഡിൻ്റെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സെക്കിൻചാൻ എന്ന് പറയുന്ന സ്ഥലത്തിന് പറയുന്ന വേറൊരു പേരുണ്ട് കേട്ടോ, റൈസ് ബൗൾ ഓഫ് സെലാങ്ങൂർ സ്റ്റേറ്റ്. അതായത് സെലാങ്ങൂർ സംസ്ഥാനത്തിൻ്റെ അരിപ്പാത്രം എന്നും കൂടി ഒരു പേരുണ്ട് ഇതിന്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഒരുപാട് നെൽകൃഷി ഉണ്ട് എന്നുള്ളത്. വെറുതെ അല്ല കേട്ടോ ഈ ഹോട്ടലിന് പാഡി സെൻട്രൽ എന്ന് പറഞ്ഞേക്കുന്നത്. ഈ ഹോട്ടൽ ഡിസൈൻ ചെയ്തേക്കുന്നത് മൊത്തത്തിൽ ഇവിടുത്തെ ഈ ഒരു പാഡി ഫീൽഡ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കണ്ടോ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കണം, ആകാശത്തേക്കുള്ള സ്റ്റെപ്പാണ് കണ്ടോ. ഇത് കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഒന്നും കൂടി അടിപൊളിയായിട്ട് ഈ പാഡി ഫീൽഡ്സ് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം മാത്രം ഉണ്ടായിക്കാൻ. സ്റ്റീഫൻ വരുന്നില്ലേ? പുള്ളി വരുന്നില്ല. കണ്ടോ ഇതിൻ്റെ മുകളിൽ കയറുമ്പോൾ ഇതാണ് കേട്ടോ ഈ ഹോട്ടൽ. ഇങ്ങനെ വിശാലമായിട്ട് ദൂരെ നമുക്ക് സെക്കിൻചാൻ ടൗൺ കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ഇവിടുത്തെ നെൽകൃഷി കേട്ടോ. ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടോ ഇതിൻ്റെ ഈ എന്താ പറയുക ജലസേചന സംവിധാനങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ഈ ഭാഗത്ത് റോഡാണ്, പാരലായിട്ട് ഇപ്പുറത്തെ റോഡ് അപ്പുറത്തെ റോഡ്, നടുവിൽ ഒരു വാട്ടർ ബോഡി ഉണ്ട്. കനാലൊക്കെ പോലെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് കുറേ സ്ഥലങ്ങളിൽ ഇതുപോലെ ക്രോസ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് സ്ട്രെയിറ്റ് ആണ് കേട്ടോ. ഇങ്ങനെ അലുവ കഷ്ണം വെട്ടിയ പോലെ ഇങ്ങനെ കറക്റ്റ് ചതുരത്തിൽ കഷ്ണമാക്കിയ പാടങ്ങളാണ്. വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. ഇതിന്റെ മുകളിൽ നിൽക്കാൻ സ്പേസ് ഉണ്ടോ എന്ന് പുള്ളിക്ക് കൺഫ്യൂഷൻ. സ്പേസ് ഇല്ലേ? ഇത്രയൊക്കെ സ്പേസ് മതി രണ്ടുപേർക്ക് നിൽക്കാം. കമോൺ ഇങ്ങോട്ട് വരൂ മനുഷ്യ. സ്പേസ് ഇല്ല, അത്രയൊക്കെ സ്പേസ് മതി. ഇങ്ങോട്ട് ഇനി സെൽഫി എടുക്കേ. അങ്ങനെയല്ലേ അപ്പൊ ബാക്കിൽ പാടം സെൽഫി എടുക്കേ. അപ്പോഴല്ലേ ബാക്കിൽ പാടം ഉണ്ടാവുള്ളൂ. യെസ്, അതിൻ്റെ സൈഡിലും പിന്നെ ആ മുകളിലെ പ്ലാറ്റ്ഫോമിലൊന്നും ഒരു ഹാൻഡ് റെയിൽ ഇല്ലാത്തത് ഒരബദ്ധമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാർ താഴെ വീഴും. നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കൗണ്ടർ ഉണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു ചാർജ് കൊടുക്കണം ഇതിൻ്റെ മുകളിൽ കയറിയതിന്.
ജസ്റ്റ് 3 റിങ്കറ്റ്. ആക്ച്വലി ഇവരിവിടെ ഒരു പാക്കേജ് ആയിട്ട് സംഭവം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അതാ അവിടെ ആ ഊഞ്ഞാലിലും അതുപോലെ ഈ ഒരു ഇതിൻ്റെ മുകളിൽ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് അവർ ഡ്രോണിലൊക്കെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അതൊരു പാക്കേജാണ്. കുറച്ച് വീഡിയോസ് കുറച്ച് ഫോട്ടോസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അതായത് 3 വീഡിയോ അതിന് വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് 50 റിങ്കറ്റാണ് കേട്ടോ. കുറേ സംവിധാനങ്ങളുണ്ട്, അതൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇരിക്കുകയാണ് കേട്ടോ. അതാണ് ഇവിടെ പരിപാടി. എവിടെ ചെന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ആൾക്കാരുടെ അടുത്തൊരു വാക്ക് പറയുന്നുണ്ട്. നന്ദിയാണോ അത്? താങ്ക്സ് ആണോ? എന്താണ് വേർഡ്? പറയാം തെരീമ കാസെ. തെരീമ കാസെ. തെരീമ കാസെ. തെരീമ എങ്ങനെ എടുക്കാം, റിസീവ്. ഓക്കെ, കാസെ ഈസ് ലവ്. ലവ് അങ്ങനെ പ്രേമം ലവ് അല്ല, സ്നേഹം. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. തെരീമ കാസെ ഈസ് ലൈക്ക് താങ്ക് യു, റിസീവ് മൈ ലവ്. റിസീവ് മൈ ലവ്. അടിപൊളി വേർഡാണല്ലോ. ശരിക്കും നമ്മൾ താങ്ക് യു, നന്ദി എന്നൊക്കെ പ്രയോഗിക്കുന്ന സ്ഥലങ്ങളിലാണ് അവരത് പറയുന്നത്. പക്ഷെ അതിൻ്റെ അർത്ഥം ശരിക്കും ഡിഫറെൻ്റ് ആണ്. റിസീവ് മൈ ലവ്, അതാണ്. ഏതായാലും വന്നല്ലേ, നമുക്ക് ഊഞ്ഞാലും കൂടി ഒന്ന് ആടാം. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഊഞ്ഞാലിലൊക്കെ ആടിയിട്ടോ. അതിനുശേഷം ഇവിടെ നിന്നാണ് പോവാണ്. ഈ ഹോട്ടൽ കണ്ടോ? ഈ ഹോട്ടലിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ കണ്ടോ? അതിൻ്റെ ഒരു ആർക്കിടെക്ചറും ഡിസൈനൊക്കെ കണ്ടോ? അതിനകത്ത് പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മുടെ ആ സിമെൻറ്റ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് അതേ രൂപത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കേട്ടോ ആ ഹോട്ടലിൻ്റെ ഉള്ളിലെ റൂമുകളൊക്കെ പെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല. ഭയങ്കര റഫായിട്ടൊരു ഡിസൈൻ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും കൊള്ളാം. പോവാണോ? പോവാം. നമ്മളവിടുന്ന് വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ ആ റോഡുണ്ടല്ലോ, ആ റോട്ടിൽ കൂടി പിന്നെയും കുറേയും കൂടി ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ പാടമാണ്, ഇടത് ഭാഗത്ത് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു കനാല് പോലത്തെ സംവിധാനം, പിന്നെ അതിൻ്റെ അപ്പുറത്തും പാടം കേട്ടോ. ഇതിങ്ങനെ ഉടനീളം പോകുന്നുണ്ട്. ഉടനീളം മെയിനായിട്ട് ഈ കനാല് പോകുന്നു. അതിൽ നിന്ന് ഇങ്ങനെ 2 ഭാഗത്തേക്കുള്ള കണക്ഷൻസ് ചെറിയ ചെറിയ തോട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കേട്ടോ അവരുടെ ഈ ജലസേചന പദ്ധതി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ മുന്നോട്ട് വന്നിട്ട് പിന്നെ ചെറിയൊരു റോട്ടിൽ കൂടി നമ്മൾ വീണ്ടും അകത്തേക്ക് കയറി കേട്ടോ. ഇവിടെ ഒരു ലൈവ് ഫാം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അപ്പോൾ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഈ ഭാഗത്ത് അതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് എന്തോ ഒരു ഫാം ഉണ്ട്, നമുക്കത് നോക്കി നോക്കാം. ഇവിടെ കുറച്ച് ഈ ഓയിൽ പാംസ് കാണാൻ കേട്ടോ, അതായത് എണ്ണപ്പനകൾ. സാധാരണ ഈ ഒരു ഭാഗത്ത് വളരെ കുറവാണ്. കോസ്റ്റൽ ഏരിയയിൽ എണ്ണപ്പനകളുടെ കൃഷി വളരെ കുറവാണ്. മറിച്ച് തെങ്ങ് കൃഷി കുറേ ഇവിടെ കണ്ടിരുന്നു. സ്റ്റീഫൻ എന്തോ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഈ വഴിക്ക് ഇങ്ങോട്ടാണ് ഫാമിലേക്കുള്ള വഴി കാണിച്ചിരിക്കുന്നത്. നമ്മളിങ്ങോട്ട് അകത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ ആക്ച്വലി എന്തൊക്കെ വർക്കുകളൊക്കെ നടക്കുകയാണ് കേട്ടോ. എന്തൊക്കെ പുതുക്കി പണിയുന്ന പരിപാടികളൊക്കെ നടക്കുകയാണ്. അത് കാരണം നമുക്ക് അതിൻ്റെ അകത്തേക്ക്, ഫാമിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയൊക്കെ കുറേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിൻ്റെ ഫാമാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് എന്ത് മരാ? ചാമ്പക്ക. ചാമ്പക്ക. നമ്മളവിടെ കണ്ട വലിയ ചാമ്പക്ക. നമ്മളവിടെ മാർക്കറ്റിൽ ഭയങ്കര ഭീകരമായ സൈസിലുള്ള ചാമ്പക്ക ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് അത്ര വലുപ്പം ഫീൽ ചെയ്യുന്നില്ല. ഇതൊന്നുമല്ല, ശരിക്കും നല്ല വലിയ വലുപ്പത്തിലുള്ള ചാമ്പക്ക അവിടെ കണ്ടായിരുന്നു. ഇത് പ്ലാവാണ്. അതുകൊണ്ട് കുറേ ഉണ്ട് അങ്ങോട്ട് അകത്തേക്കൊക്കെ. പക്ഷേ എല്ലാം ഇത് തന്നെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പോകേണ്ട കാര്യമില്ല. എന്തായിട്ടും കാര്യമില്ല, അവിടെ വർക്ക് നടക്കുന്ന കാരണം അകത്തേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ കണ്ടോ എന്തോ ഒരു സ്പെഷ്യൽ സ്പീഷീസ് തെങ്ങാണ് കേട്ടോ. അധികം ഉയരമില്ല. നമ്മുടെ നാട്ടിലുണ്ട് ഉയരില്ലാത്ത തെങ്ങുകൾ. പക്ഷേ ഇത് നല്ല കായ് കാണാൻ കേട്ടോ. അത്യാവശ്യം നന്നായി കായ്ച്ചിട്ടുണ്ട്. കണ്ടോ ഇത് കണ്ടോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ ബേർഡ് ഹൗസിനെ പറ്റിയിട്ട്. ആ സ്വിഫ്റ്റ്ലെറ്റ് പക്ഷികളെ ആകർഷിച്ചിട്ട് അവരെ കൊണ്ട് കൂടുണ്ടാക്കിപ്പിക്കുന്ന ബേർഡ് ഹൗസിനെ പറ്റിയിട്ട്. ഇതൊരു ബേർഡ് ഹൗസാണ്. അതിൻ്റെ അടിഭാഗം അവർ റെസ്റ്റോറൻ്റായിട്ട് ഉപയോഗിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് ആ പക്ഷികളുടെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ അകത്തേക്ക് പോകും തോറും നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. അടിപൊളി സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റോഡ്, നല്ല വൃത്തിയുള്ള ചെറിയ റോഡ്. 2 ഭാഗത്തും പലതരത്തിലുള്ള കൃഷി ചെയ്യുന്ന കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. മിക്കവാറൊക്കെ ഫ്രൂട്ട്സാണ്, പിന്നെ പച്ചക്കറികളുണ്ട്. എന്തൊക്കെയോ തരം ഫ്രൂട്ട്സൊക്കെ കൃഷി ചെയ്യുന്ന വലിയ വിശാലമായ തോട്ടങ്ങളാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ഇതിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യില്ല. അവരുടെ പോളിസി ആയിരിക്കും, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കപ്പോൾ അത് പുറത്തുനിന്ന് ഇങ്ങനെ കാര്യമായിട്ട് കാണാനും പറ്റില്ല. അങ്ങനെ മറച്ചിട്ടൊക്കെ ഉണ്ട്. അകത്തേക്ക് മിക്കവാറും ഞങ്ങൾ കുറേ സ്ഥലത്ത് ചോദിച്ചു. പക്ഷേ മിക്കവാറൊക്കെ ബോസ് ഇല്ല. ജോലിക്കാർക്ക് പിന്നെ അവർക്ക് പേടിയാണ് നമ്മളെ അകത്ത് കൊണ്ടുപോയി കാണിച്ചു തരാനൊക്കെ. ശരിക്കും നമ്മൾ ഇങ്ങനത്തെ സംഭവമൊക്കെ കാണാൻ ഇവിടെ വന്നു കേട്ടോ. എന്തായാലും ഒരു പ്രതീക്ഷയിൽ പിന്നെയും കുറേ നമ്മൾ മുന്നോട്ട് പോയി. അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടിട്ടോ, എക്കോ ഗാർഡൻ. ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കമേഴ്ഷ്യൽ സംവിധാനം ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. അറിയില്ല എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് എന്തായാലും അകത്തുനിന്ന് പോയി നോക്കാം. സ്റ്റീഫൻ അങ്ങോട്ട് പോയിരുന്നു.
ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ സംവിധാനമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. റെസ്റ്റോറൻറ്റോ അങ്ങനത്തെ എന്തോ സംവിധാനം തോന്നുന്നുണ്ട് കേട്ടോ, മനസ്സിലാവുന്നില്ല. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മേക്കിംഗ് മിസ്റ്റേക്സ് ഈസ് ബെറ്റർ ദാൻ ഫേക്കിംഗ് പെർഫെക്ഷൻ. കൊള്ളാം അല്ലേ? ഹലോ മിസ്റ്റർ, എങ്ങോട്ടാണ് ഈ പോണത്? നാടൻ കോഴിയുണ്ട്, പിന്നെ താറാവുണ്ട്. നാടൻ കോഴിയും താറാവോ? ഇതെന്താ പൊരിച്ച കിട്ടോ? വേണോ? അല്ല ചോദിച്ചാ. രാവിലെ എനിക്ക് എന്തോ സാധനം സ്പെഷ്യൽ സാധനം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഉച്ചയായി. അതിന്റെ പിന്നെ ഒരു വിവരമില്ലല്ലോ. വേറെ എന്തുണ്ട്? എന്താണ് സംഗതി? എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു വലിയ തെങ്ങിൻ തോട്ടാട്ടോ. ഒരു തെങ്ങിൻ തോട്ടത്തിനെ എങ്ങനെ ഒരു അടിപൊളി ബിസിനസ് ആക്കി മാറ്റാം എന്നാണെന്ന് തോന്നുന്നു ഇവരിവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ റെസ്റ്റോറൻ്റ് ആണ്, പിന്നെ ഈ തെങ്ങിൽ നിന്നുള്ള തേങ്ങ കൊണ്ടുള്ള പലതരത്തിലുള്ള വിഭവങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട്. ഇളനീര് കൊണ്ടുള്ള പല ഐറ്റംസൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ ഫാമിലീസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ അവർക്ക് ഇരിക്കാനും ഒരു പിക്നിക്കൊക്കെ പോലെ ഇങ്ങനെ സമയം ചിലവഴിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വെറും ഒരു തെങ്ങിൻ തോട്ടം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ശരിക്കും നമുക്കൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് നാട്ടിലൊക്കെ. നമ്മളെന്തായാലും 2 ഇളനീര് ഓർഡർ ചെയ്തു കേട്ടോ. ഇവിടെ ഇളനീരിൻ്റെ വില എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 6 റിങ്കറ്റ്സ് ആണ്, 6 റിങ്കറ്റ്. ഭയങ്കര വലിയ സൈസാണല്ലേ. കുലുങ്ങുന്നുണ്ടോ? കേരള മ്യൂസിക് എത്തി. നല്ല വലിയ സൈസാണ് കേട്ടോ. താങ്ക് യു. എന്തുമാത്രം വലുതാണെന്നറിയോ ഈ ഇളനീര്? അതിനകത്ത് നിറയെ വെള്ളം, നല്ല സൂപ്പർ വെള്ളം. 6 റിങ്കറ്റാണ് എന്തായാലും. സ്റ്റീഫന് ഞാൻ ഇത് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധം. 2 ഐറ്റമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒന്ന് നോർമൽ പച്ച കളറും ഒന്ന് ഈ മഞ്ഞ കളറും. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് നമുക്കറിയില്ല. മഞ്ഞ കളർ ടേസ്റ്റ് ചെയ്യാം ആദ്യം. നല്ലതാണ്. കുറച്ച് തണുപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. തണുപ്പ് കുറവാണ്. ദിസ് ഈസ് ബെറ്റർ. ബെറ്റർ മീൻസ് ഇതിനൊരു തരിപ്പുണ്ട്. തരിപ്പ് എന്താണെന്നറിയോ? തരിപ്പിനെന്താ ദൈവമേ പറയാ? വൈബ്രേഷൻ. സോഡയൊക്കെ കുടിക്കുമ്പോ ഉണ്ടാവില്ല ഒരു പടച്ചമ്പുരാനെ കുടുങ്ങിയല്ലോ. എന്തായാലും ആ ഒരു ഫീൽ അത് കുടിക്കുമ്പോൾ സ്റ്റീഫന് മനസ്സിലായിക്കോളും. വീഡിയോ കാണാൻ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. രണ്ടും കൊള്ളാം. എന്തായാലും ഈ സമയത്ത് കുടിച്ച അടിപൊളിയായിരുന്നു. നല്ല ചൂടാണ് പുറത്ത്. ഞാൻ തണുപ്പുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സ്റ്റീഫൻ എണീറ്റ് പോയിട്ടോ. ഒന്നിനൊരു കുറവുണ്ടാവരുത്, ഐസ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഐസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. മധുരം കുറയും പക്ഷേ കേട്ടോ. ഐസ് ഇട്ടപ്പോൾ അടിപൊളിയായിട്ടോ. ഇത് പക്ഷേ ക്വാണ്ടിറ്റി ഭയങ്കര കേട്ടോ. അത് വലിയ തേങ്ങയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് വെള്ളമുണ്ട്. അങ്ങനെ അവിടുന്ന് പോന്നതിന് ശേഷം വീണ്ടും വേറെ റൂട്ടിൽ കൂടെ പോയിട്ട് നമ്മൾ ഒരു നെൽപ്പാടത്തിന് നടുവിൽ നിൽക്കുന്ന സെക്കിൻചാൻ പാഡി ഫാക്ടറി ആൻഡ് മ്യൂസിയം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇതൊരു പാഡി അരിമില്ലാണോ എന്ന് സംശയമുണ്ട് എനിക്ക്. അതോടൊപ്പം തന്നെ ഒരു പാഡി മ്യൂസിയം കൂടിയാണെന്ന് പറയുന്നു. സംഭവം എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ റെസ്റ്റോറൻറ്റ് പോലെ എന്തോ കാണാൻ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വെയിങ് മെഷീൻ ഉണ്ട്. ലോറികൾ കൊണ്ടുവന്നിട്ട് തൂക്കുന്ന സംവിധാനമാണ്. പിന്നെ ഈ ഭാഗത്തായിട്ട് PLS മാർക്കറ്റിംഗ്, ഇവിടെ ഒരു ഇവിടുത്തെ അരി കൊണ്ടുണ്ടാക്കിയ പലതരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയാണത്രേ. അതിൻ്റെ അപ്പുറത്ത് ആ ഭാഗത്തായിട്ടൊരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ചെറിയ മ്യൂസിയമാണ്. അതിനകത്ത് പോയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്നാണ് സ്റ്റീഫൻ ബ്രോയുടെ അഭിപ്രായം. ഇവിടെ അരി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമല്ല കേട്ടോ, അത് ഒരു ഭാഗത്തുണ്ട്. അതിന് പുറമെ ഇവരുടെ ഫാമുണ്ട്. ഇതിൻ്റെ പുറകിൽ ഇവരുടെ ഫാമുണ്ട്. അവിടെ അവർ വിളയിച്ചെടുത്ത കുറേ സംഭവങ്ങളാണ്. ഗുഡ്. ഓക്കെ. ഇത് കണ്ടോ, ചാമ്പക്കയുണ്ടോ, വലിയ ചാമ്പക്കയാണ്. അത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ പേരക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ചോളം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സംഗതി ഫിഷ് കൊണ്ടുള്ളൊരു ഉൽപ്പന്നം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഫിഷ് പപ്പട്, മീൻ പപ്പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിന് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. അത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ആ ഭാഗത്തൊക്കെ കുറേ ഈ അരി കൊണ്ടുള്ള കുറേ പ്രോഡക്റ്റ്സും പിന്നെ അരി തന്നെയും വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ അരിയുടെ പാക്കറ്റ് ഇരിക്കുന്നത്. ഇതെങ്ങനെ ഇങ്ങനെ പാക്ക് ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നത് കണ്ടോ. ഇങ്ങനെ ഒരു ഇഷ്ടികയുടെ ഷേപ്പിൽ കറക്റ്റ് ചതുരത്തിൽ. ഇത് ഇങ്ങനെ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. ഇത് 2 കിലോയുടെ പാക്കറ്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല വിലയുണ്ട്. അതായത് 2 കിലോയുടെ ഈ പാക്കറ്റിന് 22 റിങ്കറ്റാണ് വില. ഏകദേശം 400 രൂപയോളം വരും. അപ്പോൾ 1 കിലോക്ക് 200 രൂപ. അടിപൊളി.
അവിടെ ഇരുന്നട്ടോ. ഈ റൈസ് എക്സ്പെൻസീവ് അല്ല, നോർമൽ പ്രൈസ് ആണ്. ഈ സ്പെഷ്യൽറ്റി റൈസ് ആണ്. എല്ലാ മൂന്ന് നാല് ടൈപ്സ് അല്ലേ. എല്ലാവരും സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ മലേഷ്യ സൂപ്പർ മാർക്കറ്റ് 1 കിലോ റൈസ് കിട്ടും. വേറെ ടൈപ്പ് ജപ്പാൻ റൈസ്, ജാസ്മിൻ റൈസ്, സ്റ്റിക്കി റൈസ്. എപ്പോഴും 1 കിലോ 10-12 കിലോ. ജിറാക്കശാല അല്ലേ. നോർമൽ റൈസിന് 10-12 റിംഗിറ്റ് ഉണ്ടോ? അതാ നോർമൽ റൈസ് അല്ല. ഫോർ എക്സാമ്പിൾ സ്പെഷ്യൽ ആണല്ലേ നമുക്ക് കഴിക്കാമല്ലേ. എന്താ ബോയിൽ റൈസ് അത് 5 കിലോ 20 റിംഗിറ്റ്. 5 കിലോ 20 റിംഗിറ്റ്. 4 റിംഗിറ്റ് 1 കിലോ. അത് ബിക്കോസ് ബൾക്ക് സൈസ്. 1 കിലോ ചിലപ്പോൾ 8 റിംഗിറ്റ് വരും. 5 kg 20 റിംഗിറ്റ് വരും. പക്ഷേ സ്പെഷ്യൽറ്റി റൈസ് അല്ലേ 1 കിലോ 10-15 റിംഗിറ്റ് വരും. ജീരകശാല അല്ലേ 1 കിലോ 14-15 റിംഗിറ്റ് ജീരകശാല റൈസ്. അപ്പൊ ഇതൊക്കെ ചില സ്പെഷ്യാലിറ്റി റൈസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ പ്രൈസ് വരുന്നത്. ഇവിടെ കണ്ടോ ഈ ഒരു കളറിൽ കാണിച്ച പാക്കറ്റിലുള്ളതും പേൾ ഫ്രാഗ്രന്റ് റൈസ് ആണ്. അതാണ് അതിന് 24 റിംഗിറ്റ്സും ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ റൈസ് ആയതുകൊണ്ട് ഈ പ്രൈസ് അത്ര ഹൈ അല്ല എന്നാണ് സ്റ്റീഫൻ പറഞ്ഞത്. ഇത് ബെറ്റർ റേറ്റ് ആണ് 13. ഓക്കെ ഇത് മേ ബി ക്ലാസ് കുറച്ച് കുറവ്. ഓക്കെ സിക്കിൻചാൻ ഫ്രാഗ്രൻസ് റൈസ് ഇത് 2 കിലോക്ക് 13 ഉള്ളൂ. അപ്പോൾ നല്ല കുറവാന്നാണ് പറയുന്നത്. ഇത് വാക്യൂം പാക്കിംഗ് ആണ് കേട്ടോ. അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് കല്ല് പോലെ ഇരിക്കുന്നത്. ഇത് ചെറിയൊരു ഹോള് വീണ് കഴിഞ്ഞാൽ സംഗതി ലൂസാവും. ഇവിടെ ഈ ഇരിക്കുന്ന അരി ഉണ്ടോ, ഇതൊക്കെ നോർമൽ റേറ്റ് ആട്ടോ. ഇതാണ് സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ നമുക്ക് ചോറൊക്കെ കിട്ടുന്ന ആ ഒരു അരിയാണിത്, നോർമൽ അരി. ഇതിന് 19 റിംഗിറ്റ് 5 കിലോക്ക്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ 1 കിലോക്ക് ഏകദേശം 68-70 രൂപ വരും. നമ്മളങ്ങനെ അതിൻ്റെ അകത്തൊന്നും ഇങ്ങോട്ട് പുറത്തിറങ്ങിട്ടോ. ഈ സൈഡിൽ കൂടി ഇങ്ങോട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ വേറൊരു സംഭവം കാണാനുണ്ട്. പേൾ റൈസ് ഗാർഡൻ. അതായത് ഈ കമ്പനീൻ്റെ തന്നെ ഇവിടെ ഒരു സംവിധാനമാണ് കേട്ടോ. അതായത് ഈ നെല്ലിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ, നെൽച്ചെടിയുടെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇവിടെ ഇങ്ങനെ നമുക്ക് നടന്ന് വിശാലമായിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഇത് ഞാറ് നട്ട ഒരു സമയത്തുള്ള സംഭവമാണ്. അതിനകത്ത് കുറേ കൊക്കിനെയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. ഈ ഗസ്റ്റുകൾ വരുമ്പോൾ കൊക്ക് വന്നില്ലെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അവരവിടെ സ്ഥിരമായിട്ട് കൊക്കിനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇതിപ്പോൾ ഇതാ ഈ നെൽച്ചെടി ഞാറ് അത് നട്ട സമയത്തുള്ളതാണ്. അതിൻ്റെ മുമ്പുള്ള സംഗതി ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് കാണുന്നത് വിത്ത് എറിഞ്ഞിട്ട് മുളച്ച് വന്ന സംഭവമായിരിക്കും ഒരു പക്ഷേ. കറക്റ്റ് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഇവിടെ കാണാൻ പറ്റും, കുറച്ച് വളർന്നിട്ടുള്ളത്. ഇവിടെ എങ്ങനെ കണ്ടോ ഈ ഗസ്റ്റുകൾക്ക്, ഇത് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് പാടത്തിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു റാമ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ വീണ്ടും അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ കണ്ടോ കുറേ ആൾക്കാർ ഇത് കാണാൻ വന്നേക്കുന്നുണ്ടോ. ഇവിടെ ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് ഫ്രീ എൻട്രി ആണ്. ടിക്കറ്റ് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. വീണ്ടും ഇതാ അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി നെൽച്ചെടി വളർന്ന് നിൽക്കുന്ന സ്റ്റേജാണ് കാണാൻ പറ്റുന്നത്. വീണ്ടും മുന്നോട്ട് പോവാം. അവരാണല്ലേ ഊഞ്ഞാലിൻ്റെ അവിടുന്ന് കണ്ട ആൾക്കാരാണ്. ഇത് ഇവിടെ തന്നെ അവരുടെ നെല്ലിൻ്റെ നെല്ല് അരിയാക്കുന്ന സംവിധാനം ഇവിടെ തന്നെയാണ് ഉള്ളത്, ഈ പാടത്ത് തന്നെയാണ് ഉള്ളത്. എന്താ പറ്റി? ഓക്കെ അവിടെയും മില്ലിൻ്റെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതൊക്കെ മില്ലിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിൻ്റെ മുൻഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിന്നിരുന്നത്, ആ ഭാഗത്ത്. ഇവിടെ കണ്ടോ ഇതിന് ശേഷം നെക്സ്റ്റ് ഇതാ നെല്ലിങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലുള്ള നെൽച്ചെടികളാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത്. കണ്ടോ അപ്പോൾ അവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരു 3-4 സെക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും നെല്ല് വിളഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ട്രാക്ടർ പാടത്ത് പണിയെടുക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഒരു ട്രാക്ടർ കൊണ്ടുവന്ന് പാടത്ത് നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നെല്ല് കുറച്ചും കൂടി എന്താ പറയുക പ്രായമായി ഒരു മഞ്ഞ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട് നെൽച്ചെടിക്ക്. കണ്ടോ ഉണങ്ങി തുടങ്ങിയിട്ട് ആ ഒരു രീതിയിൽ കണ്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടിയും വിളഞ്ഞ് നിൽക്കുന്ന നെൽച്ചെടികളെ നമുക്ക് കാണാൻ പറ്റും. ഇനിയും കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റീഫൻ ഭയങ്കര സഹായ മനസ്കനാണ്. എവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടാലും അപ്പം പുള്ളി ചാടി കയറിയിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കും. ഭയങ്കര പോസൊക്കെയാണല്ലോ. ഇപ്പം കണ്ടോ ഇതേ ഈ അറ്റത്ത് നിന്ന് ഞാറ് നട്ടിട്ട് തുടങ്ങിയിട്ട് ഇതാ നടന്ന് നമ്മളിതാ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നെല്ല് വിളവെടുക്കാനായി. അപ്പോൾ ആ മുഴുവൻ സ്റ്റേജും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു നടത്തം കൊണ്ട് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു സൗകര്യം. അവിടെ എല്ലാം ട്രാക്ടറിൽ കയറി ഇരുന്നിട്ട് ആളുകൾക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടോ ഇവിടെ കുറേ പൈപ്പ്സ് വെച്ചേക്കുന്നുണ്ടോ, ടാപ്പുകൾ വെച്ചേക്കുന്നുണ്ടോ.
നമുക്ക് അവിടെ പാടത്തൊക്കെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കൈയും കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പോകണമെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെ 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 അതെ, സോപ്പ് അടക്കം വെച്ചിട്ടുണ്ട് കണ്ടോ. ഒരു സാധാരണ അരിമില്ലിനെ എങ്ങനെ ഒരു ടൂറിസം പ്രോജക്റ്റ് ആക്കി മാറ്റാം എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ടോ നമ്മളിവിടെ കണ്ടത്. ഇവിടെ ആക്ച്വലി നമ്മളിപ്പോൾ ഈ കണ്ടതിനൊന്നും ടിക്കറ്റ് ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെ അവർക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതുവഴി അവരുടെ കുറേ പ്രോഡക്റ്റ്സ് അവിടെ വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ബ്രാൻഡിങ് ഒക്കെ നടക്കുന്നൊക്കെ ഉണ്ടാവും. ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഫാമുകളിൽ മുഴുവൻ ഇവർ ഒരു എക്സ്ട്രാ ഇൻകം എന്ന നിലക്ക് പല പരിപാടിയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പല രാജ്യങ്ങളിൽ യാത്ര ചെയ്തപ്പോഴും പല കൃഷി സ്ഥലങ്ങളിലൊക്കെ പോയപ്പോഴൊക്കെ കണ്ടിട്ട് വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിൽ അധികം ഒന്നും ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും ഒരു ഫാം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഫ്രൂട്ട്സ് വിളവെടുക്കുന്നു, അത് നേരെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നു, ഹോൾസെയിലുകാർക്ക് വിൽക്കുന്നു എന്നതിനപ്പുറം വേറൊന്നും ചെയ്യാറില്ല. പക്ഷേ ഒരുപാട് രാജ്യങ്ങളിൽ അവർ അതിനൊരു ടൂറിസം ആക്കി മാറ്റും. ആ ഫാമിലേക്ക് ആൾക്കാരെ ടിക്കറ്റ് വെച്ച് കൊണ്ടുവന്നിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ ടൂറിസം ആക്കി മാറ്റിയിട്ട് ഒരു വരുമാനം ഉണ്ടാക്കും. അതിന് പുറമെ അതുകൊണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ട് അവരെ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യും. അതിൽ നിന്നൊരു എക്സ്ട്രാ ഇൻകം കിട്ടും. ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളതൊന്നും ചെയ്യാറില്ല. കർഷകൻ അവിടെ ഏറ്റവും കുറഞ്ഞ വില കിട്ടിയിട്ട് എന്നും നഷ്ടത്തിൻ്റെ കഥകൾ മാത്രം പറഞ്ഞിരിക്കാനേ പറ്റാറുള്ളൂ. ഇവിടെ കണ്ടോ, ജസ്റ്റ് ഒരു തെങ്ങിൻ തോട്ടത്തിൻ്റെ ഒരു ടൂറിസം സ്പോട്ടാക്കി മാറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ അവരവിടെ സുഖമായിട്ട് ആകർഷിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, നമ്മൾ രാവിലെ കണ്ടില്ലേ ഒരു ബൈസിക്കിള്, അത് ആളുകൾ വാടകയ്ക്ക് എടുത്തിട്ട് ഈ പാടത്തൂടെയൊക്കെ ഇങ്ങനെ ചവിട്ടി നടക്കുന്നുണ്ടോ. അത് രസമാണ് കേട്ടോ. ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്നുള്ളത് മനസ്സിലായത് കേട്ടോ. കണ്ടോ, പക്ഷേ അവനെ ഫുൾ ടൈം ഫോൺ നോക്കുന്നതാണ്. അത് ശരി, ഫോൺ നോക്കിയിട്ടാ പോകുന്നല്ലേ. കണ്ടോ, അത് രസമല്ലേ, പാടത്തിന്റെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ ചവിട്ടി പോകുന്നുണ്ടോ. ഇതിന് ഒരു മണിക്കൂറിന് എത്ര പറഞ്ഞേ? 30 റിംഗിറ്റ്. സിംഗിൾ 10 റിംഗിറ്റ്, രണ്ട് ഡബിൾ. നോർമൽ ബൈസൈക്കിളിന് 10 റിംഗിറ്റ്, ഡബിള് 20 റിംഗിറ്റ് അല്ലേ. ഫാമിലി 30 റിംഗിറ്റ്. ഓക്കെ. നമ്മളപ്പോൾ അവിടുന്ന് പോകുന്നതിന് ശേഷം രാവിലെ നമ്മൾ വന്ന ആ ഒരു അങ്ങാടി ഉണ്ടല്ലോ, മാർക്കറ്റൊക്കെ, അതിന്റെ ഭാഗത്തേക്ക് എത്താനായിട്ടോ. ഇവിടെ നമുക്ക് ഒരു വല്യമ്മാന്റെ വീട്ടിൽ പോകാനുണ്ട് അല്ലേ. വല്യമ്മാന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമാശ എന്ന് വിചാരിക്കണ്ട കേട്ടോ. ശരിക്കും വല്യമ്മാന്റെ വീട് തന്നെ കേട്ടോ. അതായത് ഇവിടെ ഒരു വിൻഡ് മില്ലിൻ്റെ ഫോട്ടോ ഒക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോർഡ് കണ്ടോ, ആമ്മ ഹൗസ്. അതായത് ചൈനക്കാരുടെ ഹൊക്കിയൻ ലാംഗ്വേജിൽ മാ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി, വല്യമ്മ എന്നാണ് അർത്ഥം. അപ്പോൾ ആമ്മ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിയുടെ വീടാണ്. ആ മുത്തശ്ശിയുടെ വീട് തന്നെയാണ് ശരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമുക്ക് അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ട്രഡീഷണൽ ചൈനീസ് സ്നാക്ക് ഇവർ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അതപ്പോൾ ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ടോ, ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ ഇവിടെ ഒരു ശിലാഫലകം പോലെ ഒരു സംഭവം വെച്ചേക്കുന്നുണ്ട്, ഒരു ഫലകം വെച്ചേക്കുന്നുണ്ടോ. അതായത് സെലാങ്ങൂറിൻ്റെ രാജ്ഞി 2019 മെയ് 1 ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു അത്രേ. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒരു ഫലകം വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇവര് അമ്മ ഹൗസ് അല്ലേ, എൻ്റെ ചെറുപ്പം സമയം അങ്ങനെ സെയിം ഓർമ്മ വരും. നോക്ക് ഈ സൈഡ് മുമ്പ് വരെ ഞാൻ താമസിച്ച് മാറും വീട്. മേലെ ഫുൾ ചെറുപ്പത്തിൽ താമസിച്ച വീടിന്റെ അതേ മാറും വീട് സെയിം ആണ്. പിന്നെ മേലെ എങ്ങനെ കോക്കനട്ട് ലീവ്സ് ആണ്, തേങ്ങ ഇല്ല, തെങ്ങിന്റെ പട്ട, കവർ ഇല്ല, സിങ്ക് ഇല്ല, എല്ലാ റൂഫില്ല. അങ്ങനെ മഴ സമയമില്ലേ വെള്ളം വരും അങ്ങനെ. പക്ഷെ എന്റെ വീട് അങ്ങനെ ഹൈ ക്ലാസ് അല്ല, ടി വി ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ഹൈ ക്ലാസ് ഒക്കെ കണ്ടു, ടി വി പല റേഡിയോ. സ്റ്റീഫൻ ഇവിടെ ജോലി കിട്ടിട്ടോ. ഇവിടെ എല്ലാവരും സ്റ്റീഫനോടാ ചോദിക്കുന്നത് ഓരോ കാര്യങ്ങൾ എന്താന്നൊക്കെ. സംഗതി വേറൊന്നുമല്ല, ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം തന്നെയാണ്. അതായത് ഒരു കാലത്ത് ചൈനീസ് വീടുകളുടെ, ട്രഡീഷണൽ ചൈനീസ് വീടുകളുടെ എന്തായിരുന്നു അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്നിവിടെ ജസ്റ്റ് അവർ ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. അതിൻ്റെ റെപ്ലിക്കയാണ്. നമ്മുടെ സ്റ്റീഫൻ പറഞ്ഞു, സ്റ്റീഫൻ്റെ കുട്ടിക്കാലത്തുള്ള, സ്റ്റീഫൻ്റെ ഓർമ്മകളിലുള്ള പഴയ വീടിൻ്റെ സെയിം സംഭവമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അന്നൊക്കെ അവരുടെ വീടിങ്ങനെ ചുമരൊക്കെ മരം കൊണ്ടുണ്ടാക്കിയതായിരുന്നു ഇത്രേ. അതുപോലെ അതിൻ്റെ റൂഫ് ഇവിടെ അതുപോലെയല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന പോലെ നമ്മളെ ഈ തെങ്ങിൻ്റെ ഓല കൊണ്ടാണ് ഇത്ര മേഞ്ഞിരുന്നതൊക്കെ. അപ്പോൾ ഇവിടെ കണ്ടോ, പഴയ ഈ പ്ലെയറുകളൊക്കെ ഉണ്ട്, ടൈപ്പ് റൈറ്റർ ഉണ്ട്, ഒരുപാട് പഴയൊരു ഫോണുണ്ട്, ടേപ്പ് റെക്കോർഡർ ഉണ്ട്.
ഇവരുടെ പെട്ടികൾ, സ്യൂട്ട് കേസസ്, പിന്നെന്താ കുറേ സംഭവങ്ങൾ കേട്ടോ. പഴയ ക്ലോക്ക്, ഈ വൈൻഡ് ചെയ്യുന്ന ക്ലോക്കാണിത് കണ്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിയം പോലെ വെച്ചേക്കാണ്. ഇത് അവരുടെ പഴയ കാലത്തെ ഫർണിച്ചറാണ്. ഫർണിച്ചറുണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട് കണ്ടോ. അതുപോലെ ടി വി ഉണ്ട്, പഴയ റാന്തൽ, ഇതൊക്കെ നമ്മുടെ സെയിം സംഭവം തന്നെ ഉണ്ടോ കണ്ടോ. അതുപോലെ ഇത് അടുപ്പാണ് കേട്ടോ, ഫയർവുഡ്, നമ്മളെ വിറക് ഉപയോഗിച്ച് കത്തിക്കുന്ന അടുപ്പ്. ഇത് ചൈനയിലും ഇതുപോലെ തന്നെ നമ്മുടെ ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു അത്രേ. പിന്നെതാ മുറങ്ങളും, കൊട്ടാമുറം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫിംഗറിൻ്റെ ഒരു തുന്നൽ മെഷീൻ ഉണ്ട് കണ്ടോ. പഴയ കാലത്തെ ഗ്രൈൻഡർ ഉണ്ടോ, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് സംഭവങ്ങളുണ്ട്. വേറെയും വീടുകളിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവരിവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വന്ന് കാണാൻ പറ്റും. അങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, ഇതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണല്ലോ കാണുന്നത്, പക്ഷേ അങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളും ഇവിടെ ഇവർ വെച്ചിട്ടുണ്ട്. ഇത് വിൽക്കുന്നതായിരിക്കും ഇവരുടെ വരുമാന മാർഗം കണ്ടോ. ഈ സംഭവം കണ്ടോ, ഇത് കണ്ടപ്പോൾ സ്റ്റീഫൻ വല്ലാണ്ട് അങ്ങ് നൊസ്റ്റാൾജിക് ആയി പോയിട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കുട്ടിക്കാലത്തുണ്ടായിരുന്ന കുറേ മിഠായികളില്ലേ, അതുപോലെ ഇവരുടെ നാട്ടിൽ ഇവരുടെ കാലത്ത് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർ വാങ്ങി കഴിച്ചിരുന്ന ആ പഴയ കാലത്തിൻ്റെ മിഠായികളാണ് കേട്ടത്. ഇതിവിടെ തന്നെ കുറേ വെച്ചിട്ടുണ്ട്. ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ. സ്റ്റീഫൻ ഈ ടീമിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായിട്ട് ചുമതലയായിട്ടുണ്ട്. ഇവർ കുറേ നേരമായിട്ട് സ്റ്റീഫൻ്റെ പിറകെ കൂടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഗ്രാൻഡ് മാസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ രാവിലെ പോയ ടൗൺ ഏകദേശം ക്രോസ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഇപ്പുറത്തെ വശത്തേക്ക് കടന്നു കേട്ടോ. അപ്പുറത്ത് കൃഷികളാണ്, ഈ ഭാഗത്ത് ഇത് ഫിഷർമാൻസ് വില്ലേജാണ് കേട്ടോ, കടലിൻ്റെ സൈഡാണേ. നമ്മൾ ആദ്യം എന്തെങ്കിലും ലഞ്ച് കഴിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് എനിക്കൊരു സാധനം വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ വിവരമൊന്നുമില്ല. എവിടെ നൂഡിൽസ് എന്താണ്, എവിടെ ചെമ്മീൻ നൂഡിൽസ് എവിടെ? ഓക്കെ അത് കാണാനല്ല, നമുക്കിനി അടുത്തത് നോക്കാം. എല്ലാ റെസ്റ്റോറൻറ്റും അടഞ്ഞു കിടക്കാനുള്ളത് എന്താ, ഇന്ന് ലീവാണോ? ഓക്കെ അതൊക്കെ നൈറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. അല്ലെങ്കിൽ തന്നെ ഈ നട്ടുച്ചക്ക് കൊടും ചൂടത്ത് ആർക്കാ ഭക്ഷണം വേണ്ടല്ലേ? എനിക്ക് വേണം, എനിക്ക് വിശക്കുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ഈജിയ ചൈനീസ് റെസ്റ്റോറൻറ്റ്. അങ്ങോട്ടല്ലേ പോകുന്നത്? പക്ഷെ ആ റെസ്റ്റോറൻറ്റിലേക്കല്ല കേട്ടോ സ്റ്റീഫൻ ലക്ഷ്യം വെച്ചേക്കണത്. എന്താണെന്നറിയോ, അവിടെ തീരെ ആളെ കാണാനില്ല. ഇപ്പുറത്ത് അതിനേക്കാളും കുറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ നല്ല തിരക്കുണ്ട്. ഇത് എൻ്റെയും പോളിസിയാണ്, ഞാനും ഇങ്ങനെ നോക്കാറുണ്ട്. ആളില്ലെങ്കിൽ അവിടെ കയറാൻ തോന്നൂല. ഇവിടെ ഫസ്റ്റ് ടൈമാ? ഓക്കെ. നമ്മൾ ഗൂഗിൾ റിവ്യൂ നോക്കണ മാതിരിയാണ് അവിടെ ആൾക്കാരുണ്ടോ എന്ന് നോക്കണത് കേട്ടോ. സ്റ്റീഫൻ തിരക്കുള്ള റെസ്റ്റോറൻറ്റിലേ കയറുള്ളൂ. തിരക്കുള്ളത് നോക്കി കയറിയപ്പോൾ തിരക്ക് കുറച്ച് ഓവറായി. നമുക്ക് ഇരിക്കാൻ സീറ്റില്ല കേട്ടോ, എല്ലാ സീറ്റും ഫുള്ളാണ്. ഇത്രയ്ക്ക് തിരക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലേ? ആവശ്യമുണ്ട്. ഒരു ടേബിൾ കാലിയായിരുന്നു മതിയായിരുന്നു. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. നമുക്ക് ആദ്യം രണ്ടാൾക്കും ഓരോ ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റീഫൻ പതിവ് പോലെ ചൈനീസ് ടീ ആണ് കേട്ടോ കുടിക്കുന്നത്, ചൈനീസ് ടീ. എനിക്ക് ഐസ്ക്രീം സോഡ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എന്തായാലും നമുക്കത് ട്രൈ ചെയ്യാം. ഭക്ഷണം വരട്ടെ. ഭക്ഷണം പറഞ്ഞു ഐസ്ക്രീം സോഡൻ്റെ സ്പെല്ലിങ് ഇത് ഇംഗ്ലീഷ് കേട്ടോ. ഇവിടെ ഓക്കെ, ഇതാണ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് കേട്ടോ. ഐസ്ക്രീം സോഡ, ഒരു കൺഫ്യൂഷനും ഇല്ല. ഐസ്ക്രീം സോഡ കണ്ടോ, ഐസ്ക്രീം സോഡ, അതാണ് മലായ് ലാംഗ്വേജ്. അടിപൊളി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുമ്പോൾ, എനിക്ക് വലിയ സുഖമൊന്നുമില്ല ഐസ്ക്രീം സോഡ എന്ന് കേൾക്കുമ്പോൾ. ടേസ്റ്റ് അങ്ങനെ ഉണ്ട് തോന്നുന്നു കേട്ടോ. വാനില ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് സോഡയ്ക്ക്, അത് തന്നെ, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളെ ഫുഡ് വന്നേ. അപ്പോൾ റൈസ്, യൂഷ്വൽ റൈസ്. ഇതാണ് നമ്മൾ ചെമ്മീൻ്റെ ഡിഷ് പറഞ്ഞ കേട്ടോ. ചെമ്മീൻ, കുഞ്ഞി ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്. ഇതല്ലേ ചെറുപയറിൻ്റെ ആണോ? സ്പ്രൗട്ട്സ്, ചെറുപയർ മുളപ്പിച്ച അതിൻ്റെ ആ ഇതാണ് കേട്ടോ. അതുകൊണ്ടൊരു ഡിഷാണ്. ഇതൊക്കെ അവരുടെ മെയിൻ സാധനമാണ്. അതിന് ശേഷം നമ്മൾ ക്രാബ് ഐലൻഡിൽ പോയപ്പോൾ ഈ സംഭവം കണ്ടായിരുന്നു, കഴിച്ചില്ല. പക്ഷേ ഇത് ഇവിടെ കുറച്ച് സ്പെഷ്യലാണ് അത്രേ. ഇതാണ് ക്ലാം ഓംലെറ്റ്. ക്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്ക എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതുപോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ആ തോടിൻ്റെ അകത്ത് വരുന്ന സാധനം
അതിൻ്റെ മീറ്റും മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ക്ലാം ഓംലെറ്റ്. ഇനി നമ്മളൊരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ട്, അത് ഇതാണ് ബുൾ ആവോലി. അതായത് ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്താൽ നേരെ മലയാളത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കാള ആവോലി എന്ന് പറയും. ആവോലിയാണ് ഒരു സ്പെഷ്യലാണ്, കാള ആവോലി. ഇതിൻ്റെ പേരെന്താ? ചെമ്മീൻ ഡിഷിൻ്റെ പേരെന്താ? Sambal udang. ആ പറഞ്ഞതാണ് ഇതിൻ്റെ പേര്. എനിക്കത് പറയാൻ കഴിയില്ല. നിങ്ങൾ സ്റ്റീഫൻ പറയുന്നത് കേട്ട് സംതൃപ്തി അടയണം. നമുക്കിത് ജസ്റ്റ് ഇത് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെമ്മീൻ്റെ ടേസ്റ്റിൻ്റെ ഒപ്പം തന്നെ അതിന് കൂടുതൽ വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളിയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ്. ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലതാണ്. നമുക്കിനി ക്ലാം ഓംലെറ്റ് ഒരു പീസ് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ ക്ലാംസ് മുമ്പ് കഴിച്ച് കൊറിയ പോയിട്ടാണ്. എനിക്കിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇവിടെ ഓർമ്മ വന്നു എനിക്കിപ്പോൾ. നമ്മുടെ കാള വന്നു, കാള ആവോലി വന്നു കേട്ടോ. ആവോലി കട്ട് ചെയ്താണ്, ഫുൾ ആവോലി അല്ല, കട്ട് ചെയ്ത സംഭവമാണ് കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര ത്രില്ലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ക്ലാംസ് ജസ്റ്റ് ഒരു പേരിന് ചേർത്തതല്ല, ഈ ഓംലെറ്റിൽ നിറയെ ക്ലാംസ് ഉണ്ട്. ശരിക്കും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട്. സെറ്റാ. ആവോലിൻ്റെ പീസ് എടുക്കാം. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലെ ചൈനീസ് ഡിഷിൻ്റെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഇത് തികരസയാണോ? തികരസ Chinese style. ആണോ? തികരസ മലയ സ്റ്റൈലാ? Tigerasa actually Thai style ആണ്, മലൈ. പക്ഷേ സാമ്യം ഉണ്ടല്ലോ ടേസ്റ്റ്. അല്ല, എപ്പോഴും ചില്ലി കുറച്ച്, പക്ഷേ ചൈനീസ് ഫുഡ് അല്ലേ ഇത്. ഫെർമെന്റഡ് ബീൻ പേസ്റ്റ് ഉണ്ട്, സോയ്ബീൻ, ഫെർമെന്റഡ് സോയ്ബീൻ. അത് മലൈ ഫുഡ് ഇല്ല. അത് വേറെ. ഓക്കെ, മേ ബി ഓൾമോസ്റ്റ് സെയിം. പക്ഷേ തിഗരസ ഇത് ടേസ്റ്റ് അല്ല, വേറെ ടേസ്റ്റ്. നമ്മൾ കമ്പംപാറൂരിൽ ഒരു ദിവസം രാത്രി പോയിട്ട് തിഗരസ എന്ന് പറയുന്ന ഒരു സീ ഫുഡ്, ഒരു ഫിഷിൻ്റെ ഡിഷ് ടേസ്റ്റ് ചെയ്തു കേട്ടോ. എനിക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഫീൽ വന്നു. പക്ഷേ കുറേ ഐറ്റംസ് വ്യത്യാസം എടുത്തിട്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഒന്നും മോശം പറയാനില്ല, എല്ലാം അടിപൊളിയാണ്. ഇത് സ്പ്രൗട്ട്സ്. ഇത് ഈ തായ് ഫുഡിനകത്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പട്തായിലൊക്കെ, പട്തായിൻ്റെ അകത്തൊക്കെ ഈ സാധനം നിറയെ കാണാറുണ്ട് അല്ലേ? അത് ഇഷ്ടമാണ് എനിക്ക്, സംഭവം എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത് മാത്രമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ. റൈസ്, ചെമ്മീൻ്റെ ഒരു ഐറ്റം, ആവോലിൻ്റെ ഒരു ഐറ്റം, ഈ സ്പ്രൗട്ട്സ്, ക്ലാം ഓംലെറ്റ്, പിന്നെ 2 ഡ്രിങ്ക്സും ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിൽ തന്നെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. അതായത് ഫിഷിംഗ് വില്ലേജാണ്. അവർക്ക് പോകാൻ പറ്റുമോ അറിയില്ല. കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി നോക്കാം. ഭക്ഷണം നമ്മൾ വിചാരിച്ച പോലെ നല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ നേരത്തെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തോളൂ, കഴിച്ചു തുടങ്ങിയപ്പോൾ കൂടുതൽ ഇഷ്ടമായിട്ടോ. അടിപൊളിയാണ്. ഈ ഫിഷ് അതിഭീകരമായ സാധനമാണ്. ഇത് ലാസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്. ആ തീരുമാനം അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയാണ്. ഇതിനകത്തൊരു ഇച്ചിരി വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെറ്റാണ്. പക്ഷേ ഇതിൽ വേറൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു? പ്രിസർവ് ചൈനീസ് കാബേജ്. പ്രിസർവ് ചൈനീസ് കാബേജ്. അതാണ് ആ ക്രഞ്ചി ഫീൽ. അതെ ആണല്ലേ? അതിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലേ? അതെ ഫ്ലേവർ. എനിക്കത് പരിചയമില്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ ഇവരുടെ ഭക്ഷണങ്ങളിൽ പലതിലും ഈ പല ഐറ്റംസും പ്രിസർവ്ഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് സോയാബീൻ ഉണ്ട്, അതും പ്രിസർവ്ഡ് അല്ലേ? അതെ. അതിങ്ങനെ എത്ര കാലം പഴയതായിരിക്കും? മിനിമം 2 വർഷം 3 വർഷം. എക്സ്ട്രാ ഫ്ലേവർ, എക്സ്ട്രാ ക്വാളിറ്റി 5 വർഷം 10 വർഷം 20 വർഷം. 20 വർഷമൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ച സാധനമായിരിക്കും. അപ്പോൾ അതിന് റേറ്റ് കൂടും അങ്ങനെ ആകുമ്പോൾ? അത് കൺട്രോൾ ചെയ്യണം, ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം. എക്സ്ട്രാ ദൂരം, എക്സ്ട്രാ ടൈം ആണെങ്കിൽ എക്സ്ട്രാ പ്രൈസ് വരും. ഓക്കെ. ഈ പ്രിസർവ്ഡ് ഐറ്റംസ് ആഡ് ചെയ്യുന്ന ഡിഷസിനൊക്കെ ആ ഐറ്റം എത്രത്തോളം പഴയതാണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ വില കൂടുത്രേ. 20 വർഷമൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ച സോയാബീനും അതുപോലെ ഈ ചൈനീസ് ക്യാബേജൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉള്ളത് 20 വർഷം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി എന്നാണ് പറഞ്ഞത്. സൂപ്പർ ഫുഡ്, അടിപൊളി. ഇഷ്ടമല്ലേ? സൂപ്പർ. ഇപ്പോൾ ഇവിടെ താമസം മതിയോ? വേണമെങ്കിൽ ഫാമിലിക്കൊന്ന് പറയൂ, ഇവിടെ താമസം മതിയോ? ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. സൂപ്പർ ഫുഡായിരുന്നു, കംപ്ലീറ്റ് കഴിച്ചു. 69 റിങ്കറ്റ് അല്ലേ? 69 റിങ്കറ്റാണ് ആയത് കേട്ടോ. അത് സീ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. ഈ സാധനമൊക്കെ KL നിന്നാണ് കഴിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ ഇരട്ടി പൈസ ആയിട്ടുണ്ടാവും. എന്തായാലും നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. നമ്മൾ ആ റെസ്റ്റോറൻറ്റ് നിൽക്കുന്നതിൻ്റെ പുറകിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയത്. ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടോ.
ഇവിടെ ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട്. ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ്. അതിൻ്റെ മുമ്പിൽ നമ്മൾ സാധാരണ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്ന പോലെ ഒരു വിഷിംഗ് ട്രീ ഉണ്ട്. നമ്മളതിന് മലയാളത്തിൽ ആഗ്രഹമരം എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരു റിബണിൽ എഴുതിയിട്ട് അതിനകത്ത് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. നിറയുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മുമ്പിലായിട്ട് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഒരു മരത്തിൽ കുറേ ഒരു പ്രത്യേക നമ്മൾ ഈ ദിവാൻ കോട്ട് എന്നൊക്കെ പറയില്ല, ആ ഷേപ്പിലുള്ളൊരു സാധനമാണ്. അങ്ങനെ തൂക്കിയിട്ടേക്കുക. നമുക്ക് അതിനകത്ത് ഇങ്ങനെ ഇരുന്ന് സുഖമായിട്ട് ഇങ്ങനെ ആടി കളിക്കാം. നല്ല രസമുണ്ട്. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ ഒന്ന് ഇവിടെ ഒന്ന് 2 മിനിറ്റ് കിടന്നാൽ സുഖമായിട്ട് ഉറങ്ങിപ്പോകും. നല്ല കാറ്റുമുണ്ട്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് അവിടെ കടന്നു. അതിന് ശേഷം നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നടക്കുകയാണ് കേട്ടോ. സ്റ്റീഫൻ്റെ മുന്നിൽ പോയിട്ടുണ്ട്. ആ ഭാഗത്താണ് കടലിൽ നിന്ന് ഈ ഫിഷിംഗ് ബോട്ടുകൾ ഇങ്ങനെ ഇങ്ങോട്ട് മീനൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അകത്തേക്ക് വരുന്ന ഒരു പുഴ പോലത്തെ ഒരു സംഭവമുണ്ട്. അങ്ങോട്ടാണ് സ്റ്റീഫൻ നടക്കുന്നത് കേട്ടോ. അതേ ബോട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ആ യെസ്, ഇതാ ഇവിടെ തന്നെ കടൽ കേട്ടോ. അവിടെ തന്നെ കടൽ. ആ ഭാഗത്തേക്ക് നമ്മൾ ആ അമ്പലം നിന്നില്ലേ, ചൈനീസ് ടെമ്പിൾ, അവിടുന്ന് കുറച്ച് മുന്നിലേക്ക് പോയ ബീച്ചാണ്. ബീച്ചിലേക്ക് പോകണമെന്ന് എന്നോട് സ്റ്റീഫൻ ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. നല്ല കൊടും ചൂടാണ്, പൊരി വെയിലുമാണ്. അപ്പോൾ അതാ തൊട്ടടുത്ത് തന്നെയാണ് ബീച്ച്. ആ ഭാഗത്തായിട്ട് ഇവിടുന്ന് കടലിൽ നിന്ന് ഇങ്ങനെ ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകൾ ഇങ്ങനെ ഈ വഴിക്കാണ് കേട്ടോ വരുന്നത്. എന്നിട്ട് ഇവിടുന്നാണ് മീനൊക്കെ ഇറക്കുന്നതൊക്കെ. എന്തൊരു ചൂടാണെന്ന് അറിയുമോ, ഭീകരമായ ചൂടാണ്. ഈ സമയത്തൊക്കെ ഈ റൂഫില്ലാത്ത ബോട്ടിലൊക്കെ ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാരെ സമ്മതിക്കണം. കടലിലാകുമ്പോൾ ഒരു തണലിനൊന്നും ഉണ്ടാവില്ലല്ലോ. ഭീകരട്ടോ. ഞാൻ മുമ്പ് ലക്ഷദ്വീപിൽ നിന്നൊക്കെ പോയപ്പോൾ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ ആ സംഭവം കാണാനുള്ള ആ ത്രില്ല് കൊണ്ട് നമ്മൾ ക്ഷീണിച്ച് ബോധം കെട്ട് വീഴുന്നില്ല എന്നുള്ളൂ. ഓരോ മൊമെൻറ്റിൽ നമ്മൾ ഭയങ്കര രസമല്ലേ കാണുമ്പോൾ. അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ ആ വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ അമ്മാതിരി വെയിലാണ്. ഈ ബോട്ടിനൊക്കെ പിന്നെ വീൽ ഹൗസ് പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. ക്ഷീണം വരുമ്പോൾ വെയിൽ കൊണ്ട് കുറച്ച് ഓവറാകുമ്പോൾ അതിനകത്ത് പോയിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. അതില്ലാത്ത ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ള ബോട്ടിൽ പോണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി എന്താണ് പ്ലാൻ നോക്കട്ടെ കേട്ടോ. അതേ പോണ വഴിക്ക് ഇവിടെ എന്തൊരു സംഭവം ഉണങ്ങാനിട്ടേക്കണം കേട്ടോ. ജെല്ലി ഫിഷാ? മനസ്സിലാവണില്ലേ? സ്റ്റീഫൻ തന്നെ മനസ്സിലാവണില്ലെങ്കിൽ പിന്നെ എനിക്ക് തീരെ മനസ്സിലാവില്ല. ജെല്ലി ഫിഷ് ആണോ എന്ന് സംശയമുണ്ട്. എന്നാൽ പിന്നെ അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം എന്നാണ് സ്റ്റീഫൻ്റെ നിലപാട്. ചോദിച്ചു നോക്കാം. ഇവിടെ ഒരുപാട് സീ ഫുഡ് ഐറ്റംസ് ഉണക്കിയത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണക്കമീനുകളും എന്തൊക്കെയുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. സ്റ്റീഫൻ ഒരാളെ വിളിച്ച് കൊണ്ടുപോയിട്ട് ചോദിക്കുകയാണ് കേട്ടോ അതെന്താണെന്ന്. എന്താന്ന് പറഞ്ഞേ? അത് ഫിഷ് ബ്ലേഡ്, സ്വിം ബ്ലേഡ്. ഓ, ഫിഷിന്റെ ബ്ലാഡർ. സ്വിമ്മിങ് മീൻ ഉള്ളിലേ ഒരു ബലൂനും ഉണ്ടല്ലോ, അത് കുറച്ച് റബ്ബർ പോലെയാണ്. ഓക്കെ, അത് ഒരു ചൈനീസ് ഡെലിക്കസിയാണ്. അത് ഡ്രൈ ചെയ്യുമ്പോൾ പിന്നെ സെയിൽ ചെയ്യാം. കുക്കിംഗ് സമയം വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. അതിന്റെ പേരെന്തെങ്കിലും പറഞ്ഞോ? ചൈനീസ് പേര് നമുക്കത് മതി. സ്വിം ബ്ലാഡർ ആ പേര് പറഞ്ഞാൽ മതി കേട്ടോ. ഇതാ ഇവിടെ അത് വിൽക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ 100 ഗ്രാംസിന് 26 റിങ്കറ്റ് കേട്ടോ. ഏകദേശം 500 രൂപ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വില ഉണ്ട്. 1 കിലോക്കപ്പ് ഏകദേശം 5000 രൂപയുടെ അടുത്തായിട്ടോ. അതപ്പോൾ ചെറിയ കാര്യമല്ല. ടു മച്ച് എക്സ്പെൻസീവ് ആണ്. എനിക്കത് പ്രശ്നമല്ല. അതന്നെ, എനിക്കത് പ്രശ്നമല്ല. നമ്മളത് വാങ്ങുന്നില്ലല്ലോ. ഞങ്ങള് സാധാ മീൻ അവിടെ ചോറുന്ന മീനൊക്കെ ആയിരിക്കും. ചോറുന്ന മീൻ കേരളത്തില്. അതെ അതെ അതെ, ഗോൾഡ് ഫിഷ്. ഞങ്ങളങ്ങനെ അവിടുന്ന് പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ ഇതാ കോലാലംപൂർ സിറ്റിയിലെത്തി. വരുന്ന വഴിക്ക് കുറച്ച് സമയം നല്ല കിടിലൻ മഴ പെയ്തിട്ടോ. നല്ല അടിപൊളി മഴ പെയ്തു. ഞാൻ വരുന്ന വഴിക്ക് കുറേ സമയം എഡിറ്റ് ചെയ്യായിരുന്നു. സ്റ്റീഫൻ ബ്രോ വണ്ടി ഓടിച്ചു. സ്റ്റീഫൻ ബ്രോ ആണല്ലോ എപ്പോഴും വണ്ടി ഓടിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതാ KL-ലെത്തി കേട്ടോ. ഇന്ന് രസമുള്ളൊരു ദിവസമായിരുന്നു. സ്റ്റീഫൻ ബ്രോ വേറെ എന്താണ്? എല്ലാ വീഡിയോകളിലും സ്റ്റീഫനാണ് താരം. എല്ലാവരും സ്റ്റീഫൻ അന്വേഷിക്കുന്നു. സ്റ്റീഫൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറയുന്നു. സ്റ്റീഫനോട് ഹായ് പറയൂ എന്ന് പറയുന്നു. എന്ത് പറയുന്നു കാണുന്ന ആൾക്കാരുടെ അടുത്ത്? തീർച്ചയായും എല്ലാവരും മലേഷ്യക്ക് വരണം. ഇത് ഫുൾ സ്ഥലം പോകണം, കാണണം. ഓക്കെ 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 ഓക്കെ.
പിന്നെ ഒരു ദിവസമല്ല, ഇനി നെക്സ്റ്റ് ടൈം സ്റ്റീഫൻ കേരളത്തിൽ വരുമ്പോൾ വീട്ടിലേക്കൊക്കെ വരണം. നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ മീറ്റ് ചെയ്യുകയും ചെയ്യാം അല്ലേ? അപ്പോൾ എന്തായാലും വേറെ ഒന്നുമില്ല, ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ.